ഫോറക്സിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മൾ ഫോറക്സിൻ്റെ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് മൈ എഫ് എക്സ് ബുക്ക് എന്ന് പറയുന്ന പൊസിഷൻ കാൽക്കുലേറ്ററിൻ്റെ വെബ്സൈറ്റ്. പയർ എന്ത് ചെയ്തെടുത്തു, നമ്മുടെ അക്കൗണ്ട് സൈസ് $5,000 ആണ്, റിസ്ക് 1% ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലൂസ് പിപ്പ് എന്ന് പറയുന്നത് 61.9 ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് $50 ആണ്. ഓക്കെ, നമ്മുടെ ലോഡ് സൈസ് എന്ന് പറയുന്നത് 0.08 ലോട്ടാണ്. ഓക്കെ, ഇവിടെ ലോഡ് സൈസ് നമ്മൾ മാനുവലി ആണ് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് പകരം നമുക്ക് MT5 ഒരു ടൂൾ നോക്കാം. ഇതാണ് നമ്മുടെ പൊസിഷൻ സൈസർ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യണം, ഫിൽ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ട്രേഡിംഗ് വ്യൂവിലേക്ക് പോവാം. ദെൻ എന്ത് ചെയ്യണം, എൻട്രി പ്രൈസ്, നമ്മുടെ പ്രോഫിറ്റ് ലെവൽ, SL, സ്റ്റോപ്പ് ലോസ്. ഓക്കെ, കോപ്പി ചെയ്തു. ദെൻ നേരെ MT5 എടുക്കുക. ഷോർട്ട് എൻട്രി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഷോർട്ട് എൻട്രി, ലോങ് എൻട്രി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ലോങ് എൻട്രി. ഓക്കെ, അതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഓർഡർ ഫില്ല് ചെയ്യില്ലേ, അതേപോലെ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെൻഡിങ് ഉണ്ടാവും. ദെൻ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലിമിറ്റ് ഉണ്ടാവും. ക്ലിയർ അല്ല? ഇനി നമുക്ക് എന്ത് വേണം, മെയിനായിട്ട് ലോഡ് സൈസ്. എൻ്റെ ലോഡ് സൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊസിഷൻ സൈസ് എന്ന് പറയുന്നത് 0.27 ലോട്ടാണ്. ഇതിൽ ആക്ച്വലി ലോഡ് സൈസ് ഒന്നും നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ എൻട്രിയും അതുപോലെ തന്നെ SL അത് ഓട്ടോമാറ്റിക്കലി ഓരോ പെയറിനനുസരിച്ച് എന്ത് ചെയ്തോളും, ലോഡ് സൈസ് അവിടെ അഡ്ജസ്റ്റ് ആയിക്കോളും. ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബൈ.